ഹലോ മത്സ്യകർഷക ഗ്രൂപ്പിലെ അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാർക്ക് നമസ്കാരം. മുട്ടയടിച്ചിട്ടൊക്കെയാണ് വന്നിട്ടുള്ളത്. അതെന്താ കാരണം എന്നറിയും, ഞാനിപ്പോൾ നെല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയിട്ടുണ്ടായിരുന്നു. നെല്ലൂർ എന്ന് പറഞ്ഞാൽ ആന്ധ്രയിലുള്ള ഒരു സ്ഥലമാണ്, കടലോര പ്രദേശമാണ് കേട്ടോ. അപ്പോൾ അവിടെ ഒരു ഫാം ചെയ്യാൻ വേണ്ടി പോയതാണ്. ഫാം ചെയ്യാനും അവിടെ ഫാമൊക്കെ നോക്കാനും അളവ് വെച്ച് കൊടുക്കാനും ഒക്കെ വേണ്ടി പോയതാണ്. അപ്പോൾ ഒരു 1.5 ആഴ്ചയായിട്ടോ, കഴിഞ്ഞ 14-ാം തീയതിയാണ് ഞാനിവിടെ പോയത്. അപ്പോൾ ആ സമയത്ത് ഞാൻ കണ്ടൊരു കാഴ്ച, അപ്പം നമ്മുടെ ഇവിടെ ഫാമുകളൊക്കെ പല ആൾക്കാരും ഫാമുകൾ ചെയ്യുന്നുണ്ട്. അവർ ഫാം മാത്രമാണ് ചെയ്യുക, ഫിഷ് ഫാമിങ്ങിന് വേണ്ടിയിട്ടുള്ള ഇതൊക്കെയാണ് ചെയ്യുക. ആദ്യം മീൻ വളർത്തുക എന്നുള്ളതാണ് അവർ. പക്ഷെ അവർ ചെയ്യുന്നത് ആദ്യം ഇതിനൊരു പ്രോസസ്സിങ് യൂണിറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് അവർ ചെയ്തിട്ടുള്ളത്. അത് കണ്ടപ്പോൾ എനിക്കൊരു ഒരാശയം തോന്നിയാണ്. നമ്മുടെ നാട്ടിലും ഈ PMMSY പ്രോജക്റ്റ് ഇപ്പോൾ ലൈവിലുണ്ട്. അതിൽ ഒരു പ്രോജക്റ്റിൻ്റെ ഒരു സ്കീമുണ്ട്. സ്കീം വേറെ ഒന്നുമല്ല, ഈ പ്രോസസ്സിങ് യൂണിറ്റ് ആരംഭിക്കുക എന്നുള്ള സ്കീമാണ്. പ്രോസസ്സിങ് യൂണിറ്റ് ആരംഭിക്കുക എന്നുള്ള സ്കീം എന്ന് പറയുന്നത് ഈ മത്സ്യങ്ങൾ പ്രോസസ്സ് ചെയ്തിട്ട് പല ഫില്ലറ്റുകളാക്കിയിട്ടും അതുപോലത്തെ സ്ക്വയർ ക്യൂബുകളാക്കിയിട്ടും പല കറി കട്ട് അങ്ങനെയുള്ള എന്താ പറയുക ഫ്രൈ കട്ട് എന്നൊക്കെ പറഞ്ഞാൽ കട്ട് ചെയ്തിട്ട് അവർ ഡീപ് ഫ്രീസ് ചെയ്ത് 1/2 കിലോൻ്റെ 1 കിലോൻ്റെ ഒക്കെ പാക്ക് ചെയ്തിട്ട് സെയിൽ ചെയ്യുന്ന ഒരു മെത്തേഡ്. അപ്പോൾ അത് ഞാൻ കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മുടെ ഈ കേരളത്തിൽ ഒരുപാട് ലാൻഡ് ഉണ്ട്, ഒരുപാട് മത്സ്യകർഷകരുണ്ട്. ഇപ്പോൾ നമ്മളറിയുന്ന തന്നെ നമ്മൾ ചെയ്തു കൊടുത്തിരിക്കുന്ന ഫാമുകളിൽ ഒരുപാടുണ്ട്. ഒരു 1000-ലധികം ഫാമുകൾ നമ്മളിപ്പോൾ ലൈവിലി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, നമ്മൾ ചെയ്തു കൊടുത്തിരിക്കുന്ന ഫാമുകൾ തന്നെ. അപ്പോൾ ഇവരൊക്കെ സംഭവിക്കുന്നൊരു എന്ന് പറയുന്നത്, അല്ല ഇവിടെയൊക്കെ ഈ ഫാമുകളിലൊക്കെ സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇത് വിൽപ്പനയ്ക്ക് വേണ്ടിയിട്ട് ഇവർ ഈ കർഷകർ, എൻ്റെ കർഷകരായാലും ഇപ്പോൾ നമ്മുടെ കർഷകരൊക്കെ ആയാലും ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് വിൽപ്പനയ്ക്ക് വേണ്ടിയിട്ട്. അപ്പം ആ ഫാം ചെയ്തിരിക്കുന്ന ഫസ്റ്റ് ഫാം ചെയ്യുന്നതിന് മുമ്പ്, ഇപ്പം ആ ലാൻഡൊക്കെ അക്വയർ ചെയ്യുന്നതിന് സമയത്ത് തന്നെ അവർ ചെയ്തിരിക്കുന്ന ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത് ഒരു പ്രോസസ്സിങ് യൂണിറ്റ് ഫസ്റ്റ് അവർ ആരംഭിച്ചു. എന്നിട്ടാണ് ഇവർ ഫാം സ്റ്റാർട്ട് ചെയ്തത്. എന്നോട് അടുത്ത ആഴ്ചയാണ് അങ്ങോട്ട് അതിൻ്റെ ഷീറ്റ് വിരിക്കാനും മറ്റ് എക്യുപ്മെൻസുകളൊക്കെ വെക്കാനും ഒക്കെ ചെല്ലാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. അടുത്ത ആഴ്ചയാണ് ഡേറ്റ് ഞാൻ കൊടുത്തിട്ടുള്ളത്. കാരണം നമുക്കിവിടെ കുറച്ച് പണി ബാക്കിയുണ്ടായിരുന്നു, എൻ്റെ ഫാമിലി കുറച്ച് ബാക്കിയായിട്ട്. അപ്പോൾ നമ്മുടെ കർഷകർ നമ്മുടെ കേരളത്തിൽ ഇതാരും ചെയ്യാറില്ല. ആദ്യം ഇവരെന്ത് ചെയ്ത്, നമ്മുടെ കർഷകരൊക്കെ ഫാം ചെയ്യാണ് ചെയ്യുക, എന്നിട്ട് എങ്ങനെയും വിറ്റഴിക്കാം, 3 മാസം 6 മാസം സമയമുണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് വിറ്റഴിക്കാം എന്ന് വിചാരിച്ചിട്ടാണ് തുടങ്ങുന്നത്. ഇപ്പം വലിയ ബൾക്കായിട്ട് ചെയ്യുന്ന ആൾക്കാർ അങ്ങനെ ചെയ്യണത്. അപ്പോൾ ഇത് നമ്മുടെ നാട്ടിൽ ചെയ്യാത്തൊരു കാര്യം അവർ ചെയ്ത് പ്രാക്ടിക്കലായിട്ട് അവർ കൊണ്ടു നടക്കുന്നുണ്ട്. അതിന് തൊട്ടപ്പുറത്തുള്ള രാജ് ഹാച്ചറി, അതുപോലത്തെ മുകുന്ദ് ഹാച്ചറി, ഇങ്ങനെ 2-3 ഹാച്ചറികൾ ഞാൻ വിസിറ്റ് ചെയ്യേണ്ടായി. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനിപ്പോൾ പറയണത്. അപ്പോൾ അതിൽ ചിലപ്പം നമ്മുടെ നാട്ടിൽ പ്രായോഗികമല്ലാത്ത കാര്യങ്ങളുണ്ടാവും കേട്ടോ. അപ്പോൾ അതിന് അങ്ങനെയുള്ള അറിവുള്ളൊരിത് എനിക്ക് തിരുത്തുകയും വേണം, കമൻറ്റിൽ തിരുത്തിയാൽ മതി, കുഴപ്പമില്ല. അപ്പോൾ ഇത് അവിടെ സംഭവിച്ചിരിക്കുന്നത്, അവിടെ അവർ ചെയ്യണത്, അവർ മത്സ്യങ്ങൾ അവർ തന്നെ പ്രോസസ്സ് ചെയ്തിട്ട് അവർ തന്നെ എന്ത് ചെയ്യാണ്, മാർക്കറ്റ് ചെയ്യാണ്. പല കമ്പനികളിലൂടെയും പല സ്ഥാപനങ്ങളിലൂടെയും, ഇപ്പോൾ ലുലു മാള് അങ്ങനെയുള്ള മാളുകളിലൂടെയും ഡീപ് ഫ്രീസ് ചെയ്ത് ഫില്ലറ്റ് ചെയ്തിട്ട്, ഇപ്പോൾ ബാസ ഫിഷ് ഉദാഹരണത്തിനാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. നമ്മുടെ നാട്ടിൽ ബാസ ഫിഷ് എന്ന് പറഞ്ഞിട്ട് പല ഇതിലൂടെ വിറ്റഴിച്ച് വരുന്നത്, ഇന്ത്യൻ ബാസ, ന്യൂസിലൻഡ് ബാസ, തായ് ബാസ എന്നൊക്കെ പറഞ്ഞ് വിറ്റഴിക്കുന്നത് നമ്മുടെ നാട്ടിൽ സുലഭമായിട്ട് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വാള, ആസാം വാള എന്ന് പറഞ്ഞ ഫിഷാണ്. അത് മുള്ളും അതിൻ്റെ സ്കിന്നും അതിൻ്റെ തലയൊക്കെ നീക്കം ചെയ്ത ശേഷം അതിൻ്റെ പീസുകൾ എടുത്തിട്ട് സ്ക്വയർ കട്ട് ചെയ്തിട്ട് ഇവർക്ക്, ചില ആൾക്കാർ നിങ്ങളെ സമീപിച്ചിട്ടുണ്ടാവും, 2 കിലോയ്ക്ക് മുകളിലുള്ള ഫിഷ് ഉണ്ടോ, അതായത് ബാസ, അതായത് ഈ പറഞ്ഞ വാള ഉണ്ടോ എന്ന് ചോദിച്ചാൽ നിങ്ങളെ സമീപിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇവരിത് കൊണ്ടുപോയിട്ട് ബാംഗ്ലൂരിൽ 2-3 കമ്പനികളുണ്ട്. അവർ ചെയ്യുന്നത് ഇത് സ്ക്വയർ കട്ട് ചെയ്തിട്ട് സ്കിന്നൊക്കെ നീക്കം ചെയ്തിട്ട് വിറ്റഴിക്കുകയാണ്. 1/2 കിലോൻ്റെ ഫില്ലറ്റ് പീസിന് അവിടെ വില 399 രൂപയാണ്. 1/2 കിലോയ്ക്കാണേ. 1/2 കിലോൻ്റെ ഫില്ലറ്റ് പീസിന്, ഫില്ലറ്റിൻ്റെ സ്ക്വയർ കട്ട് ചെയ്ത എയർ വാക്വം ചെയ്തിട്ടുള്ള ഡീപ് ഫ്രീസ് ചെയ്ത് നമ്മുടെ കടകളിലൊക്കെ വരുന്ന അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റുകളിൽ വരുന്ന ഈ സാധനത്തിന് അവിടുത്തെ വില എന്ന് പറയുന്നതാണ് ഞാൻ പറയുന്നത്. ഇവിടെയും 2-3 ഷോപ്പുകളിൽ ഞാൻ ചോദിച്ചു, 399 രൂപയാണ് ഇവിടുത്തെ റേറ്റ്. ബിസ്മിയിലുണ്ട്, അതുപോലെ തന്നെ ലുലു മാളിൽ ഞാൻ കണ്ടിട്ടുണ്ട്, അതിൽ ഒബ്രോ മാളിലെ 2-3 സ്ഥാപനങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ പാലക്കാട് ഒരു സ്ഥാപനത്തിൽ ഇതുപോലെ കണ്ടിട്ടുണ്ട്. ഞാൻ ഈ മീനിൻ്റെ സെക്ഷനിൽ നമ്മൾ ഫസ്റ്റ് പതിവായി കയറും, കാരണം ഇത് എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് അറിയണമല്ലോ, അതുകൊണ്ട് ഞാൻ പതിവായി കയറാറുണ്ട്. അപ്പോൾ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയുള്ള സെയിലുകളാണ്. അപ്പോൾ ഇതേ സ്ഥാപനങ്ങൾ നമ്മുടെ കേരളത്തിലും
എല്ലാ ജില്ലകളിലും തുടങ്ങാൻ വേണ്ടിയിട്ട് എല്ലാ ആളുകൾക്കും എല്ലാ മത്സ്യ കർഷകർക്കും തുടങ്ങാൻ വേണ്ടിയിട്ട് പ്രൈം മിനിസ്റ്റർ മത്സ്യസമ്പദ് യോജനയിൽ ഒരു പ്രോജക്റ്റ് ഉണ്ട്. അങ്ങനെ ഒരു പ്രോജക്റ്റ് നിങ്ങൾ കാണാതെ പോകരുത്. അത് കർഷകരും അതിപ്പം മത്സ്യം സംഭരിക്കുന്ന ആളുകളും കർഷകരും അല്ലെങ്കിൽ ഏതെങ്കിലും കമ്പനികളും കാണാതെ പോകരുത്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പ്രൊജക്റ്റ് അവിടെ നിലനിൽക്കെ നമ്മളിത് ഉപയോഗിക്കുന്നില്ല, ഈ പ്രൊജക്റ്റ് ഉപയോഗിക്കുന്നില്ല, വെറുതെ ലാപ്സായി പോവാണ്. ഏതാണ്ട് 22-25 ലക്ഷം രൂപയുടെ ഒരു പ്രൊജക്റ്റാണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പം അങ്ങനെ ആ പ്രൊജക്റ്റ് വെറുതെ ലാപ്സായി പോവുകയോ അല്ലെങ്കിൽ നമുക്ക് ഉപകാരപ്പെടാതെ പോകരുത്. ഞാനിവിടെ എന്തായാലും ഒരു പ്രോസസ്സിങ് യൂണിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ പേപ്പർ വർക്കുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ലാൻഡ് ഉണ്ട്, അപ്പോൾ അവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വയനാട് ജില്ലയിലാണ് ചെയ്യണത്. പക്ഷേ നമുക്ക് ലാൻഡ് വയനാട് ജില്ലയിലാണ്, വേറെ പുറത്തൊന്നും ലാൻഡില്ല. അപ്പം നമ്മൾ വയനാട് ജില്ലയിലെ ലാൻഡിലാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇപ്പം ഈ പ്രോജക്റ്റ് നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ എല്ലാ ജില്ലകളിലും ഓരോ യൂണിറ്റ് ഉണ്ടെങ്കിൽ ഈ പറയുന്ന നമ്മുടെ കർഷകർ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു മേഖലയായിട്ടുള്ള സംഭരണം, വിതരണം, ഈ രണ്ട് മേഖലയും ഈ കമ്പനിക്ക് തന്നെ ഏറ്റെടുക്കാവുന്നതാണ്. അപ്പോൾ അവർക്ക് തന്നെ ഇത് സംഭരിക്കുകയും അത് പ്രോസസ്സ് ചെയ്തിട്ട് ഫില്ലറ്റ് ചെയ്ത് മാർക്കറ്റ് ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ അവർക്കും ഇത് പ്രോഫിറ്റബിൾ ആണ്. അതുപോലെ തന്നെ നമ്മുടെ കർഷകർക്കും, ഈ സംഭരിക്കുന്ന ഈ കർഷകർക്കും ഇത് പ്രോഫിറ്റബിൾ ആണ്. അവിടെ അവർ ചെയ്യുന്നത് ഏതാണ്ട് 5 ടണ്ണ് ഒരു ദിവസം പാക്ക് ചെയ്യാനുള്ള, ഡീഫ്രീസ് ചെയ്ത് പാക്ക് ചെയ്യാനുള്ള സംഭരണ ശേഷിയോടുകൂടിയാണ് ചെയ്യുന്നത്. നമ്മൾ 2 ടണ്ണ് ചെയ്താൽ മതി, എങ്കിൽ പോലും നമുക്കിത് പ്രോസസ്സ് ചെയ്ത് ഡീഫ്രീസ് ചെയ്ത് സൂക്ഷിക്കാനുള്ള സംവിധാനം ഉണ്ടെങ്കിൽ ഇത് നമുക്ക് തന്നെ നമ്മുടെ നാട്ടിൽ മാർക്കറ്റ് ചെയ്യണം. ഇപ്പം ബാംഗ്ലൂർ ബേസ് ആയിട്ടുള്ള കോയമ്പത്തൂർ 2-3 കമ്പനികളുണ്ട്. ഇവരാണ് നമ്മുടെ നാട്ടിലിത് മാർക്കറ്റ് ചെയ്യുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മറ്റേ ഇതിൽ കാണാം, എൻ്റെ അടുത്ത് ഇല്ല ആ ഡീഫ്രീസ് ചെയ്ത പാക്കറ്റിൽ. എൻ്റെ പാക്കറ്റിൻ്റെ പുറകിൽ കൊടുത്തിട്ടുണ്ട്. കോയമ്പത്തൂർ ബേസ് ആയിട്ടുള്ള 2 കമ്പനികളാണ് ഇത് ചെയ്യുന്നത്, നമ്മുടെ നാട്ടിൽ ചെയ്യുന്നത്. ബാംഗ്ലൂർ ആയിട്ടുള്ള ഒരു കമ്പനി. അങ്ങനെയാണ് നമ്മൾ ചെയ്യണത്. അപ്പോൾ ഇവിടുന്ന് പോകുന്ന ഈ ബാസ ഫിഷ്, ഉദാഹരണം വാള എന്ന് പറയുന്ന ഫിഷ്, അവിടെ ചെന്നിട്ട് അത് ഫില്ലറ്റ് ചെയ്തിട്ടാണ് നമുക്ക് ഇവിടെ നാട്ടിൽ ഇത് വിൽപ്പന ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു എല്ലാ ജില്ലകളിലും ഈ ഒരു യൂണിറ്റ് ആരംഭിക്കുകയാണെങ്കിൽ ഒരു പ്രോഫിറ്റ് ആയിരിക്കും. അത് കർഷകർക്കും പ്രോഫിറ്റാണ്. കർഷകർക്ക് ഇത് നമുക്ക് ഉയർന്ന വിപണി മൂല്യം കിട്ടുകയും ചെയ്യും, വിപണി വില കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ ഈ മാർക്കറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്ഥാപനത്തിനും അത്യാവശ്യം നല്ലൊരു റേറ്റ് കിട്ടുകയും ചെയ്യും മത്സ്യങ്ങൾക്ക്. പിന്നെ അത് മാത്രമല്ല, സ്ട്രഗിൾ ചെയ്യില്ല ഈ കർഷകർ. നമ്മൾ ഇപ്പോൾ എൻ്റെ കർഷകനായിക്കോട്ടെ, ഇപ്പോൾ ആരൊരു കർഷകനായിക്കോട്ടെ, നമ്മുടെ കേരളത്തിലുള്ള ഏതൊരു കർഷകനായിക്കോട്ടെ, മത്സ്യ കർഷകൻ ആയിക്കോട്ടെ, അവർക്കിത് ഉപയോഗപ്പെടുത്താൻ വേണ്ടി പറ്റും. ഈ ഒരു റൂട്ട് ഉപയോഗപ്പെടുത്താൻ വേണ്ടി പറ്റും. അപ്പോൾ നിങ്ങളിത് എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് ചെയ്യുക. കാരണം ഈ ഒരു പ്രോജക്റ്റ് നിലവിലുള്ള കാര്യം ഒരു ആളുകൾക്ക് അങ്ങനെ അറിയില്ല, വളരെ കുറച്ച് ആൾക്കാർക്ക് അറിയുള്ളൂ. അപ്പോൾ അങ്ങനെ ഇതൊരു യൂണിറ്റ് ഉണ്ട്. ഇങ്ങനെ യൂണിറ്റിൻ്റെ സംരംഭം തുടങ്ങാനുള്ള അവസരമുണ്ട്. അത് പ്രൈം മിനിസ്റ്റർ മത്സ്യസമ്പദ് യോജന എന്ന് പറഞ്ഞ പ്രോജക്റ്റിലുണ്ട്. അതിൻ്റെ വെബ്സൈറ്റ് ഞാൻ എന്ത് ചെയ്യുക, താഴെ തന്നെ കൊടുത്തിരിക്കാം, ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. അപ്പോൾ ഒന്ന് കയറി നോക്കിയിട്ട് വിസിറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ആ ഒരു പ്രോജക്റ്റിന് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അത് നിങ്ങളുടെ നാട്ടിൽ കിട്ടും. ലാൻഡ് വേണം കേട്ടോ, കുറച്ച് ലാൻഡ് വേണം. മാലിന്യ സംസ്കരണം മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണമല്ലോ. അപ്പോൾ ലാൻഡ് കുറച്ച് ആളുകൾ ഒന്ന് നോക്കി കണ്ടുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ അവർക്കും ഇതൊരു നല്ലൊരു സംരംഭമായിട്ട് ചെയ്യാൻ വേണ്ടി. പ്രത്യേകിച്ച് ഫുഡ് ഇൻഡസ്ട്രിക്ക് ബന്ധപ്പെട്ട് നമുക്ക് എന്ത് ഇപ്പോൾ ചെയ്യുകയാണെങ്കിലും അതൊരു നല്ല വരുമാന മാർഗം തന്നെയായിരിക്കും. ഫുഡ് ഇൻഡസ്ട്രി ഒരിക്കലും അങ്ങനെ നിന്ന് സ്റ്റോപ്പായി പോകുന്ന ഒരു ഇൻഡസ്ട്രി അല്ല എന്നാണ് എൻ്റെ ഒരു നിരീക്ഷണം. കാരണം ഞാൻ ഇങ്ങനെ സഞ്ചരിക്കുന്ന ആളായതുകൊണ്ട് നമ്മൾ ഈ ഫാമുകളിലൊക്കെ നിരന്തരം സഞ്ചരിക്കും. കേരളത്തിലുടനീളം അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് 1500ഓളം ഫാർമേഴ്സ് ഉണ്ട്. നമ്മൾ ചെയ്തു കൊടുത്ത ഫാമുകളൊക്കെ നമ്മൾ വിസിറ്റ് ചെയ്യുന്ന ഓരോ 15 ദിവസം കൂടുമ്പോൾ വിസിറ്റ് ചെയ്യുന്നതാണ്. അപ്പം ഞാൻ ഈ പറഞ്ഞ ഫാമുകൾ, അതുപോലെ തന്നെ ഹാർബറുകൾ, അതുപോലെ തന്നെ ഈ മത്സ്യ വിതരണ മാർക്കറ്റുകൾ ഒക്കെ നമ്മൾ വിസിറ്റ് ചെയ്യാറുണ്ട്. വിസിറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല, ഇത് പഠിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇത് നമ്മുടെ കർഷകർക്ക് ഉപകാരപ്പെടുന്ന എന്തെങ്കിലും ഒരു സാധനം അതിനകത്ത് ഉണ്ടാവും. അങ്ങനെ കണ്ടതാണ് ആന്ധ്രയിൽ പോയപ്പം ഈ ഒരു സംരംഭം. ഇത് അവർക്ക് പ്രൊജക്റ്റ് കിട്ടിയിട്ടൊന്നുമല്ല, സ്വന്തമായിട്ട് ഫസ്റ്റ് തന്നെ ഫാം ചെയ്യുന്നതിന് മുമ്പായിട്ട് അവർ ഈ പ്രോസസ്സിങ് യൂണിറ്റ് ആരംഭിച്ചു എന്നുള്ളതാണ് അതിൻ്റെ ഒരു കാര്യം. അപ്പോൾ എല്ലാവരും ഒന്ന് കണക്കാക്കുക, ഒന്ന് നോക്കിയിട്ട് പറ്റുന്നതാണെങ്കിൽ നമ്മളെ കൊണ്ട് പറ്റുന്നോ, അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കൾക്കോ, അല്ലെങ്കിൽ നമ്മുടെ
ഈ ഫാമുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വലിയ ഫാമുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് ഇത് ചെയ്യാൻ പറ്റുന്ന ഒരു സ്കീമാണെങ്കിൽ ചെയ്യുന്ന വളരെ നന്നായിരിക്കും എന്നാണ് എൻ്റെ അഭിപ്രായം. താങ്ക് യു.